ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിചാരിച്ച് കുറേ ദിവസമായി ആലോചിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും എല്ലാം മഴക്കാറുണ്ട് നല്ല. അപ്പം കുറച്ച് ഓലകളെല്ലാം ഉണ്ട് വീണിട്ട്, ഓലകളെല്ലാം കുറച്ച് വീണെല്ലാം കൂട്ടി വെച്ചിട്ടുമുണ്ട്. അപ്പം വിചാരിച്ച് ഇതെല്ലാം മഴക്കാറ് കണ്ടുകൊണ്ട് വിചാരിച്ചെല്ലാം കൊത്തി കരക്കി അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് നമുക്ക് ചോറ് വെക്കാം, ചൂടുവെള്ളം ചൂടാക്കാം, കുടിക്കേണ്ട വെള്ളമായാലും. ഇനിയിപ്പോൾ മഴക്ക് കുളിക്കാനാണെങ്കിൽ തണുക്കുമല്ലോ, അന്നേരം ചൂടുവെള്ളം കുളിക്കാനും ചൂടാക്കാം. അങ്ങനെ ഓലെല്ലാം കുറേ കിടിയതെല്ലാം ഒരുപാടുണ്ട് ഇവിടെ കൂട്ടി വെച്ചിട്ട്. ഇവിടെ ഇത്ര നമ്മളില്ലാത്തൊരു ഓലയൊന്നും കിട്ടില്ല, എല്ലാം പോക്കാന്ന്. അപ്പോൾ കുറച്ച് ഓലയെല്ലാം കൂട്ടി വെച്ചിട്ട് രാവിലെ തന്നെ വിചാരിച്ച് ഇതെല്ലാം തരക്കി അങ്ങ് വെക്കാം. മഴക്കാറ് കണ്ടുകൊണ്ട് അതൊരു പേടി, നനഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളൂലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൊത്തി നമുക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വലുത് വെക്കാം ഇതിന്. Yes. Yes. മട്ടല് അവിടെ ചാരി വെച്ചത്. രണ്ട് ഭാഗത്താണ് ഇതിൽ കൊത്ത് കൊടുക്കാം. കുട്ടിക്കാലെല്ലാം ഇഷ്ടംപോലെ വീട്ടിൽ തേങ്ങയെല്ലാം ഉള്ളതാണ്. എന്നെ എൻ്റെ വീട്ടിൽ തറവാടിൽ ഇഷ്ടംപോലെ ചെറുതിലെ ഓലയും മുട്ടയിലും എല്ലാം കൊത്തി എല്ലാം കൂട്ടി അട്ടത്ത് വെപ്പിച്ചു. വലിയ ആൾ ഉണക്കിയിട്ട് കുടുംബ വീട്ടിലും പോവും, മാമൻ്റെ വീട്ടിലോ അമ്മമ്മേൻ്റെ വീട്ടിലെല്ലാം
മഴ സമയത്ത് വെക്കേഷൻ ആകുമ്പോൾ ആടെയും പോയി എല്ലാ പണിയെടുക്കും. ചെറുതിൽ ഓളയും മക്കളായാലും എല്ലായാലും എല്ലാ പണിയും ചെയ്യിപ്പിക്കും. ഞാനിപ്പോൾ ഒരു അമ്മമ്മേൻ്റെയും അമ്മ മാറി പെൺകുട്ടികളായാലും എല്ലാം ചെയ്യണമെന്ന് ചെറുതിലെ എല്ലാ പണിയും എടുത്ത് അമ്മമ്മ ഓല മടയും. ആ സമയത്ത് ഞാനും ഇരുന്ന് പഠിക്കും. അങ്ങനെ അമ്മമ്മ പിന്നെ പഠിച്ച് അമ്മമ്മ ഓല മടയുമ്പോൾ ഞാനത് കൂട്ടി കൊടുക്കുന്ന കാണിച്ച് തരുന്നേരം കൂട്ടിയിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാം അറിയുന്നുണ്ടെന്താ നമുക്ക് നമ്മളതായി എല്ലാം ചെയ്യുക, ആരും ആശ്രയിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഒരു വിഷമമുള്ളൂ, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇതിലായിപ്പോയി. അതുമെല്ലാം ദൈവ അനുഗ്രഹം കൊണ്ടെല്ലാം ശരിയാവും. അതെ, ശരിയാവും. ദൈവാനുഗ്രഹം ഇല്ലോണ്ട് തന്നെയാണ് ഇത്രത്തോളം പോയത്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസം എന്നും ഉണ്ടാവും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു തുണയായി വരുന്നുള്ള ആ വിശ്വാസം അന്നും ഇന്നും മനസ്സിലെന്നും കൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ദൈവം എന്നെ കാത്തു രക്ഷിക്കുന്നത്. ദൈവം തന്നെ നല്ലൊരു ജീവിതവും തന്നത്. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല ആൾക്കാരുമുണ്ട്. അവരോടെല്ലാം എനിക്ക് എൻ്റെ ഭർത്താവിന് നമുക്ക് രണ്ടാൾക്കും കൂടെ ചാനലിൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഭർത്താവ് പറയുന്നുണ്ട്, ഭർത്താവ് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം രാവിലെ നമുക്കൊരു വീഡിയോ എടുക്കാം. രാവിലത്തെ ചായ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മഴക്കാറ് രാവിലെ തന്നെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഓലയെല്ലാം കൊത്തി നമുക്ക് വെക്കാം. അത്യാവശ്യം ചോറും ആവും, വെള്ളവും ചൂടാക്കാം. കുടിക്കേണ്ട വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടല്ലേ കുടിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മഴയാകുമ്പോൾ ഭർത്താവിന് ചൂടുവെള്ളം തന്നെ വേണം. പച്ചവെള്ളത്ത് കുളിക്കുകയില്ല കുട്ടികളൊക്കെ അല്ലേ. ഞാൻ പിന്നെയും കുളിക്കും, നിങ്ങൾ തീരെ കുളിക്കൂല. ചെറിയൊരു തടുപ്പ് വേണം പറയും ചൂടുവെള്ളപ്പാടും. അപ്പോൾ ഗ്യാസും ഇതുമെല്ലാം ലൈറ്റെല്ലാം ആകുമ്പോൾ അപ്പോൾ ഇത്രയും നമുക്ക് ഉണ്ടല്ലോ. അപ്പം നമ്മളത് വേസ്റ്റ് ആക്കാണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ. വിറകെല്ലാം ഇഷ്ടം പോലെ കഴിഞ്ഞ കൊല്ലം കുറേ വിറകെല്ലാം എടുത്തിട്ട് നമ്മൾ കൊത്തിയിട്ടെല്ലാം കുറേ കത്തിച്ചായിരുന്നു. 3-4 മാസം വരെ നമ്മൾ വിറകിൽ കത്തിച്ചായിരുന്നു. പിന്നെ നമ്മളില്ലാത്തൊരു ഓലയും മട്ടലൊന്നും ഇവിടെ കിട്ടലില്ല. ഇപ്പോൾ കുറച്ച് നമ്മളില്ലാതെ കുറച്ച് ഓലയും മട്ടലെല്ലാം ഉണ്ട്. എല്ലാം അങ്ങനെല്ലാം എടുത്ത് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി ടീച്ചറിൽ കൊണ്ടുപോകണം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. വലിയ നമ്മളെ നല്ല ഹൃദയം നിറഞ്ഞ സ്നേഹം. എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ലൈവിൽ വരുന്ന ആൾ കണ്ടിട്ടില്ലേ പല രീതിയിലും നമ്മളെ മാനസികമായിട്ട് ഇതാക്കുന്നത്. അന്ന് നമ്മൾ കാര്യമാക്കുന്നില്ല. എന്ന് വെച്ചാൽ അന്ന് നമ്മൾക്ക് അതെല്ലാം ഇങ്ങനെ വരും പോവും. എന്ന് വെച്ചാൽ ഒരു ജീവിതമാകുമ്പോൾ ആരും സന്തോഷമായി ജീവിക്കുന്നത് ഇന്നത്തെ കാലം കിറുമി കടിയല്ലായിരിക്കും. നല്ല കാര്യം അവർക്ക് ചെയ്യാനും പറ്റൂല. എന്നാൽ നല്ല അത് ചെയ്യുന്ന ആളെ പ്രോത്സാഹിക്കുകയില്ല. എന്നുവെച്ചാൽ മനുഷ്യൻ നന്നായി കാണുന്നത് ചിലയാൾക്ക് ഇന്നത്തെ കാലം ഇഷ്ടമല്ല. എല്ലാം നരമ്പ് രോഗം കൊണ്ട് ആണായാലും പെണ്ണായാലും കുറേ എണ്ണം ഉണ്ട്. അന്നും നമുക്ക് വിഷയമല്ല. അവന് ഭർത്താവ് അല്ലേ, ഭർത്താവ് പറഞ്ഞ വിഷയം അതൊന്നും നീ വിഷയാക്കണ്ട. അങ്ങനെ പലതും ഉണ്ടാവും, വിഷയാക്കണ്ട. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇന്നും മുന്നോട്ട് തന്നെ പോവും. എല്ലാം ദൈവാനുഗ്രഹമുണ്ട്. ദൈവത്തോട് മാത്രമേ നമ്മൾ ദൈവത്തിനെ മാത്രമേ പേടിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് പോകേണ്ട വഴിയാണ് നിങ്ങൾ. താങ്ക് യു.